ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മാങ്ങ കിട്ടുമല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി നിൽക്കണ്ട, പെട്ടെന്ന് പോയിട്ട് മാങ്ങ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. നല്ല ടേസ്റ്റാണ് ഇട്ടത് കഴിക്കാൻ. കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കൂട്ടാ. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി മാങ്ങ തൊലിയോട് കൂടെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ 2 മാങ്ങയും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പാനിക്ക് ഇതാ 1 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. അപ്പോൾ കടുകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. വല്ലാതെ വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ല, അതിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അതൊന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ആ പാനിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിന് ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതാ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഈ മാങ്ങ കുറച്ച് നേരം ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, മാങ്ങൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നിക്കണ്. അപ്പോൾ ഇത്രയും ആയാൽ മതി കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതാ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അധികം വെള്ളം ചേർക്കാതെ തന്നെ പിഴിഞ്ഞെടുത്ത പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ കടുകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതാ ശർക്കര പൊടിച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തുക്കണ്. അടുത്തതായി ഇതാ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയിട്ട് ഇതിൻ്റെ കളറ് മാറി വരും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എരിവും പുളിവും മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിയും. എല്ലാവരും വീട്ടിലിപ്പം മാങ്ങ ഉണ്ടാവുമല്ലേ, മാങ്ങ സീസൺ ആയതുകൊണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കോണ്ടി. അതേപോലെ തന്നെ ഇന്നത്തെ ഈ പച്ചമാങ്ങ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കോളി. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.